അങ്ങനെ ഇന്നത്തെ ഒരു വാട്ടർ ഈറ്റിനിടെ കണ്ടാലോ, നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേൺ ചെയ്യാനും കുറച്ച് സ്കിൻ ഗ്ലോ ആവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് സ്പെഷ്യലായിട്ട് ദോശയും ഉള്ളി ഉടച്ച് ചാലിച്ചതായിരുന്നു കേട്ടോ. എന്തൊരു സ്വാദറിയോ ഈ ഉള്ളി ചമ്മന്തി എന്ന് പറയില്ലേ, ഉള്ളി ഉടച്ച് ചാലിച്ചത്. ഒരു 4-5 ദോശയൊക്കെ കഴിക്കാൻ പറ്റുട്ടോ ഇങ്ങനത്തെ ഒരു ഉള്ളി ഉടച്ച് ചാലിച്ചതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനും കുഞ്ഞാവി അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കളിക്കായിരുന്നു കേട്ടോ. അന്ന് കുഞ്ഞാവിക്ക് ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പാവം കുട്ടിയായിട്ട്. ഉച്ചയ്ക്ക് ഇന്ന് ഗംഭീരമായിരുന്നു കേട്ടോ. ചോറും അതുപോലെ തന്നെ വെള്ളം അവിയലായിരുന്നു കേട്ടോ. നല്ല വെള്ളത്തോടെയുള്ള അവിയലായിരുന്നു. പിന്നെ കടുമാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കട്ടത്തൈര്, പയറ് തോരൻ, അതുപോലെ മാളും മാങ്ങ ചെനച്ചതും കൂടെ കട്ട് ചെയ്തിട്ട് എൻ്റെ പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പപ്പടം കേട്ടോ. ഇതൊക്കെ കൂട്ടി നന്നായിട്ട് ഊണ് കഴിച്ചു. കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഗ്രീൻ ചില്ലി ഗോബി 65 ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ് കേട്ടോ. പുതിനയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. നമ്മൾ എപ്പോഴും ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചില്ലി ഗോബി ഉണ്ടാക്കണൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്ന പുതിയൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. അതിൽ നിന്ന് ഒരു റോബസ്റ്റ പഴം കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡ് കൊടുക്കാം. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും വീട്ടിൽ ഒരെണ്ണെങ്കിലും വാങ്ങി നോക്കൂ.